ടി വി ഓൺ ആക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ചേട്ടന്റെ ഒരു അവതരണമാണ്. ഞാൻ അപ്പോൾ കുഞ്ഞുനാൾ മുതലേ മീൻസ് ഈ മൊബൈലിന്റെ ഒക്കെ ഷോ ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ മൊബൈലിന് ചുറ്റികലെടുത്ത് വെച്ചിട്ട് ഒരിക്കലും പൊട്ടാത്ത മൊബൈലാണ്, നോക്കൂ ടം ടം രണ്ടോണം അടിച്ചപ്പോഴത്തേക്ക് മൊബൈൽ പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ക്യാമറമാനൊക്കെ ഹിന്ദിക്കാരാ, അവർക്ക് മലയാളം പോലും അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ചേട്ടൻ ക്യാമറ കാണിക്കല്ലേ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി അതിലോട്ട് തന്നെ സൂം ചെയ്ത് കാണിക്കുക. ലോറി കയറി ലോറി കയറി പോയത് ഞാൻ തറയിലൊക്കെ എടുത്ത് എറിഞ്ഞു പൊട്ടണുണ്ടോ? ഇല്ല, നോക്കൂ വീണ്ടും പൊട്ടിയിട്ടില്ല. അതൊക്കെ നമ്മുടെ സമയദോഷം. എന്നാ ബുദ്ധിമാനായ എഡിറ്റർ അതൊന്നും എഡിറ്റ് ചെയ്യാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൂടെ? അല്ല, സൂം ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവർക്ക് അയ്യോ അതെന്നെ ഓർമ്മിക്കല്ലേ ശിവനെ. ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ താഴെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമൻറ്റാണ്, ഇത്രയും ഐഡിയാസ് ഉള്ള ചേച്ചിക്ക് സ്വന്തമായിട്ട് ഈ ബിസിനസ് ചെയ്തുകൂടെയെന്ന്. ഇവിടെ നമ്മുടെ സ്വന്തം ബോസ്വാലയിൽ വർക്ക് ചെയ്ത് ഇവിടുത്തെ ബിസിനസ് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് പഠിച്ച് 1 2 6 ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന രഞ്ജിത്താണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വെൽക്കം ചേട്ടാ. താങ്ക് യു. ഈ ചോദ്യം ഉണ്ടല്ലോ, ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? പഠിക്കുവാണ് നമ്മളെല്ലാവരും ഇപ്പൊ ആക്ച്വലി പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് ഒരു ജേർണി ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പോ ഒരു 6 ബിസിനസ്? ഓക്കെ, നമ്മുടെ ഭാഗ്യമാണ്. ഈ 6 ബിസിനസ് അല്ല, ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് സുധീർ സാറിൽ നിന്ന് പഠിച്ചത് 7R തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യമാണ്. നമ്മൾ ഈ കോറിഡോർ കയറി വരുമ്പോൾ ഫ്രണ്ടിൽ പണ്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം 7 ദിവസം എടുത്ത് നടത്തിയിരുന്ന ഒരു സെമിനാറുണ്ട്, കോച്ചിങ് ട്രെയിനിങ് സെമിനാറുണ്ട്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വളരെ വൈഡായിട്ട്, ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് പറയുകയല്ല, ലോകത്തൊരിടത്തും ഇതുപോലെ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യാം, ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നേടാം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു ബുക്കായിരുന്നു. അപ്പോൾ ആ ബുക്ക് ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഞാൻ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ആ ബുക്ക് എടുത്തു. അദ്ദേഹത്തിൻ്റെ കോഴ്സസ് ഞാൻ കണ്ടു. അതിനുശേഷം എനിക്ക് ഏത് ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ കോഴ്സസിന് പോകുമ്പോൾ ഇതിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ സക്സസ് സീക്രറ്റ്സ് അവരിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു തരും. നമ്മളവിടെ 3-4 ദിവസം സ്റ്റേ ചെയ്ത് അവരുടെ കൂടെ നിന്ന് അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പം നമ്മുടെ ക്യാമറമാൻ രാജേഷും മല്ലിയൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് കേരളത്തിൽ പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്ത് ആ കോഴ്സ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോഴ്സ് ഹോം സ്റ്റേ എന്നതിനെക്കുറിച്ചായിരുന്നു. എനിക്ക് ഹോം സ്റ്റേയെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഞാൻ ഹോം സ്റ്റേ, എനിക്ക് ആ സമയത്ത് 2 വീടുകളുണ്ടായിരുന്നു. അപ്പം എനിക്കത് തോന്നി എന്തുകൊണ്ട് ഒരു ഹോം സ്റ്റേ തുടങ്ങിക്കൂടാ. കാര്യം അങ്ങനത്തെ ഒരു ലൊക്കേഷനിലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ആ വീടുള്ളത്. അപ്പോൾ ഹോം സ്റ്റേ തുടങ്ങിയെന്നു. അപ്പോൾ എനിക്ക് ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത കോഴ്സ്, സുധീർ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഹോം സ്റ്റേ കോഴ്സ് ചെയ്തിട്ട് ഗുഡ് ഗോ ഡു ഹോം സ്റ്റേ. അറിഞ്ഞില്ല, ചതിക്കുവാണ്. നമ്മളത് പഠിക്കാൻ, പക്ഷേ കോഴ്സ് വാസ് സോ ഗുഡ്. നമ്മൾ പോയി ആലപ്പുഴയിൽ പോയി. അപ്പോൾ അദ്ദേഹം ചാക്കോ എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹം ഹോം സ്റ്റേ കുറിച്ച് എല്ലാം പറഞ്ഞു, ഇതിൻ്റെ കാശ്, ഇൻകം പൊട്ടൻഷ്യൽ എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാരലി ആ സമയത്ത് ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പാരലി ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ്, രജിസ്ട്രേഷൻ, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. താങ്ക്ഫുള്ളി നന്നായിട്ടത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ അടുത്ത കോഴ്സ് എടുത്തത് ഹൗസ് ബോട്ടിൻ്റെയാണ്. സോ ഹൗസ് ബോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, സാർ ഞാൻ ഹൗസ് ബോട്ടിൻ്റെ ഒരു കോഴ്സ് ചെയ്തോട്ടെ. നല്ല കോഴ്സല്ലേ ഹൗസ് ബോട്ട്, കേരളയിൽ നല്ല വർക്കാവും, യു ഗോ. അടുത്ത് നമ്മൾ നേരെ ഹൗസ് ബോട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പം പാരലി എനിക്ക് ഹൗസ് ബോട്ട് ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലായി. നല്ലൊരു പാർട്ട്ണറെ പരിചയപ്പെട്ടു. ആൻഡ് താങ്ക്ഫുള്ളി ഈസ് മൈ പാർട്ട്ണർ നൗ ഓൾസോ. അപ്പോൾ ആലപ്പിയിൽ ഹൗസ് ബോട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് പാർട്ട്ണറേയും കിട്ടിയത്, ബിസിനസിനെയും കിട്ടിയത്. എല്ലാത്തിന്റെ തുടക്കം നമ്മുടെ ബോസ്വാലയെന്നായിരുന്നു. ഓൾഡ് നെയിം വാസ് ഫ്രീഡം ആപ്പ്. എനിക്കിപ്പോഴും ഫ്രീഡം ആപ്പ് എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ്, അതെ, നൊസ്റ്റാൾജിയും ആ ഒരു അറ്റാച്ച്മെന്റും ഉള്ളത്. അങ്ങനെയാണ്, ആ ഒരു പേരിനോടാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബിസിനസ് തുടങ്ങിയതിന് ശേഷം സാറിനോട് ഞാൻ അടുത്ത് പോയി ചോദിച്ചു, സാർ നമുക്ക് ഒരു PG എങ്ങനെ തുടങ്ങാം, നല്ല പൊട്ടൻഷ്യൽ അല്ലേ? പുള്ളി ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആർ യു ഗോയിങ് ടു സ്റ്റാർട്ട് PG? സാർ അത് തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം നമുക്ക് കോൺഫിഡൻസും നല്ല ഇൻസ്പിറേഷനും തരും. ഓൺട്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തൊരിടത്തും ബെറ്റർ ദാൻ ദിസ് കമ്പനി വേറെ ഒരിടത്തും അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. കാര്യം നമുക്ക് അത്രത്തോളം പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു രൂപ പോലും സാലറി ഇല്ലാതെ പോലും വർക്ക് ചെയ്യാൻ ഐ എം റെഡി. ബിക്കോസ് അത്രത്തോളം നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഇവിടെ വർക്ക് ചെയ്ത ആ 2 വർഷം കൊണ്ട് ഞാൻ പഠിച്ചതുപോലെ ഞാൻ ഒരിടത്തും പഠിച്ചിട്ടില്ല. ഒരിടത്തും നമുക്ക് അത്രയും നോളജ് അപ്ഡേഷനാണ് കിട്ടുന്നത്. ഇപ്പം CEO സുധീർ സാറുമായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു 5 മിനിറ്റ് കൊണ്ട്
പല ലോക വിവരങ്ങളാണ് നമുക്ക് തരുന്നത്. ഇവിടെ ഇന്ന് സംഭവിച്ചു, സെൻസെക്സിൽ ഇതാണ്, അല്ലെങ്കിൽ ഏത് ഷെയറാണ് പെർഫോം ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട്സിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യണം, നമുക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റിംഗ് ചെയ്യാം, ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് അതിൽ ബഡ്ജറ്റിംഗ് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ എംപ്ലോയീസിനെ എങ്ങനെ ഹയർ ചെയ്യാം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം പഠിപ്പിച്ചു തന്നു. ഇതെല്ലാം ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രീഡം ആപ്പ്, നൗ ഇറ്റ് ഇസ് ബോസ്വാല നെയിം ഈസ് ഓൾസോ റിയലി ഗുഡ്. കാര്യം ഒരു ബോസ്വാല ഡിസയർ, ബോസ്വാല ഡിസയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്കേ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ നെയിം ഇറ്റ് സെൽഫ് ഇസ് വെരി ഗുഡ്. ആ പുതിയൊരു പേര് ബോസ്വാല എന്ന് പറയുമ്പോൾ ഒരുപാട് ഓണ്ടർപ്രണേഴ്സിന് ഇനി വരാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് താങ്ക് യു കരിസ്മ ആൻഡ് ബോസ്വാല ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ആദ്യം നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7R തിയറി. എന്താണ് ഈ ഒരു 7R തിയറി? അതിപ്പോൾ കരിസ്മ പറഞ്ഞില്ലേ, ഞാൻ 6 ബിസിനസ് തുടങ്ങിയത്. ആക്ച്വലി ഇറ്റ് ഇസ് 7 ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം നമുക്കൊരു സൈഡിൽ നിന്ന് വരണം. അതായത് 7 സോഴ്സസിലൂടെയുള്ള ഇൻകം നമുക്ക് കിട്ടിയാൽ ആണ് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധ്യതയുള്ളത്. ഇപ്പം ഒരു ബിസിനസ് വർക്ക് ചെയ്തില്ലെങ്കിൽ മറ്റൊരു ബിസിനസ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ മണി ഫ്ലോ നമ്മൾ എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഏതൊക്കെ ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നത്, അപ്പം ചില ബിസിനസ് സീസണൽ ആയിരിക്കും, ആ സീസണിൽ മാത്രം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹൗസ് ബോട്ട്, അത് സീസണൽ ഡിപ്പെൻഡ് ചെയ്താണ്. അല്ലെങ്കിൽ ഹോം സ്റ്റേ ആണെങ്കിലും സീസണൽ ഡിപ്പെൻഡ് ചെയ്യാണ്. ഇനി സീസൺ അല്ലാതെ എല്ലാ സമയത്തും ഈക്വലായിട്ട് നമുക്ക് ഇൻകം കിട്ടുന്ന, അപ്പോൾ ഒരാൾക്ക് 7 ഇൻകം സോഴ്സസ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആലോചിക്കും ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ, സാലറി നമ്മുടെ ഒരു ഇൻകം സോഴ്സ് ആയിരിക്കും. രണ്ടാമത് നമ്മുടെ വീടൊന്ന് റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടാമതൊരു ഇൻകം ആയിരിക്കും. മൂന്നാമതൊരു ഇൻകം ചിലപ്പോൾ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്ന ആളായിരിക്കും, അവർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, അയാൾക്കൊരു മൂന്നാമത്തൊരു ഇൻകം ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 7, അതാണ് സാറിൻ്റെ 7R തിയറിയിൽ പറയുന്നത്. അപ്പോൾ 7 സോഴ്സസ്. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ 7 സോഴ്സസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. ഒന്ന്, അന്ന് എനിക്കിവിടെ സാലറി ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സോഴ്സ്. സെക്കൻഡ് സോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഹോം സ്റ്റേ. തേർഡ് സോഴ്സ് ഈസ് മൈ ഹൗസ് ബോട്ട് ബിസിനസ്. ആൻഡ് ഫോർത്ത് സോഴ്സ് വാസ് ഷൂട്ട് അറ്റ് സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഐ എം ദ ഫൗണ്ടർ ആൻഡ് CEO ഫോർ ദാറ്റ് കമ്പനി. ആ കമ്പനിയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ സിനിമ സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീട് ചെയ്യുക എന്നുള്ളതാണ്. ആ വീട് ഇപ്പം നമുക്ക് സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ ഇപ്പോൾ പുറത്ത് നമ്മൾ സാധാരണ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ട്രാക്ക് ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ലൈറ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ടുള്ള റൂഫ് ഹൈറ്റ് ഉണ്ടാവില്ല. അതുപോലെ ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന വീട്ടിലെ ഓണേഴ്സൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് ഈ ഷൂട്ടിംഗുകാരുടെ പെരുമാറുന്നത്. ആണിയടിക്കാൻ പാടില്ല, ടേപ്പ് ഒട്ടിക്കാൻ പാടില്ല, നിങ്ങളെൻ്റെ വീട് ചീത്താക്കാൻ പാടില്ല, എന്തിനാ ഫർണിച്ചർ നീക്കി, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഈ ഫീൽഡിൽ നമുക്ക് ആഗ്രഹമുണ്ട്. ബേസിക്കലി നമുക്ക് അഭിനയിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ സിനിമയോട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരുക്കുന്ന ഒരു വീട്, അതാണ് ഷൂട്ട് അറ്റ് സൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ടച്ച് വുഡ് വി ക്യാൻ സേ ദാറ്റ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീരിയൽസ് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലാണ്. അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ്, എക്കണോമിക്കായിട്ട് ഒരു സീരിയലിൻ്റെ ബഡ്ജറ്റ് നമുക്കറിയാം. സീരിയൽ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന അവർക്ക് കാശ് ചാനലിൽ നിന്ന് കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. അവർ സാധാരണ വീട് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അതില്ല. അപ്പോൾ അവർക്ക് കാശ് കുറച്ച് കിട്ടും, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അവർ പേയ്മെൻറ്റ് തന്നാൽ മതി എന്ന് പറയും. അഥവാ ചില പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കിട്ടാറേ ഇല്ല. ഞാൻ പറയും കുഴപ്പമില്ല ഏട്ടാ, അടുത്ത സീരിയൽ തുടങ്ങുമ്പോൾ തന്നാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. അത് വെള്ളായണിയിലാണ്, തിരുവനന്തപുരം വെള്ളായണിയിലാണ്. ആ സ്ഥലത്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പം ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ്. സിനിമ ഉൾപ്പെടെ സീരിയൽ ഉൾപ്പെടെ ത്രൂ ഔട്ട് അവിടെ ഷൂട്ടിംഗ് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നാണ്. പിന്നെ നമ്മുടെ ആ ഏരിയ കോംപ്ലിമെൻറ്റ് ചെയ്ത ടൂറിസം മിനിസ്റ്റർ നമ്മുടെ മുഹമ്മദ് റിയാസ് സർ, അദ്ദേഹം ഒരു നല്ല ഇനിഷ്യേറ്റീവ് കേരളത്തിൽ എടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് അത് അറിയാമെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാനും ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് എക്സൈറ്റഡ് ആയത്. അദ്ദേഹം പറഞ്ഞു, കിരീടം സിനിമ ഷൂട്ട് ചെയ്ത കിരീടം പാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കിരീടം പാലം ബേസ് ചെയ്ത് അതൊരു ടൂറിസം കേന്ദ്രമാക്കിയാൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് വീണ്ടും അത് കാണാൻ ആഗ്രഹമില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഞാൻ എൻ്റെ താഴെ കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഫിലിം ടൂറിസം എന്ന് പറഞ്ഞ പുതിയൊരു സാധനം കൊണ്ടുവന്നു. അതായത് സിനിമയിലെ മെയിൻ സ്പോട്സ്, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സ്പോട്സ് ടൂറിസത്തിൻ്റെ ഭാഗമാക്കിയിട്ട് കൊണ്ടുവരാനായിട്ട്. അദ്ദേഹം ബേസിക്കലി ഈസ് എ ഫിലിം ലവർ. അപ്പോൾ അദ്ദേഹം കൊണ്ടൊന്നും വളരെ ഇന്നോവേറ്റീവ് കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആ ഏരിയ തന്നെ മാറി. ഇപ്പോൾ കിരീടം പാലത്തിൽ മോർ ദാൻ 1000 പീപ്പിൾ ആർ കമ്മിങ് ഡെയിലി. മാത്രമല്ല ഷൂട്ടിങ്ങിൻ്റെ ഏരിയ ആയി. അവിടെ ഇപ്പോൾ പഴയൊരു ട്രഡീഷണൽ വീടുണ്ട്, അവിടെയും ഷൂട്ടിങ്ങാണ്. ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഇതൊരു ഷൂട്ടിംഗ് കേന്ദ്രമായിട്ട് വെള്ളായണി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് മാറി. ഒന്ന്, അവർക്ക് അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കായൽ, അതുപോലെ പക്ഷികൾ, അതുപോലെ അടുത്തൊരു നല്ല ഷാപ്പുണ്ട്. ഫുഡൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഷാപ്പിലെ ഫുഡ്. അൾട്ടിമേറ്റ് ടേസ്റ്റാണ് അവിടെ. ഒരുപാട് ആൾക്കാർ അത് കഴിക്കാനൊക്കെ വരും. അപ്പോൾ അവർക്ക് ഷൂട്ടിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും വളരെ പീസ്ഫുള്ളായിട്ട് ചെയ്യാം. ഇനി കോൺസെപ്റ്റ് എഴുതുന്ന ആൾക്കാർ, റൈറ്റേഴ്സ്, ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ, അമേസിങ് അറ്റ്മോസ്ഫിയർ. കഥയൊക്കെ എഴുതാനായിട്ട് വെറുതെ പേന എടുത്തിട്ട് ചുമ്മാ ഇരുന്നാൽ മതി.
അപ്പോൾ ആ ലെവലിൽ നമുക്ക് എഴുതാനുള്ള സമാധാനം, ക്രിയേറ്റീവ് പീപ്പിളിൽ ഇരിക്കാനുള്ള സമാധാനം, അതും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ബേസിക്കലി നമ്മളുടെ പാഷൻ അതായതുകൊണ്ട് ഇതിനായിട്ട് വരുന്ന എല്ലാവരോടും നമ്മൾ ആ രീതിയിൽ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേർട്ടിക്കലും കൂടെ വി ആർ അബൌട്ട് ടു സ്റ്റാർട്ട്. അത് പ്രോപ്പർട്ടി ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയുടെ ഇനോഗ്രേഷൻ ആക്ച്വലി ഈ മാസമാണ്. അപ്പോൾ അവിടെ പുതിയൊരു വീട്, ഇതേ തരത്തിലുള്ള പുതിയൊരു വീടും കൂടെ ആയിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ, ഈ കോർട്ട്, ഹോസ്പിറ്റൽ സീന്, കഫറ്റീരിയ, അങ്ങനെ എല്ലാം ഒരു ചെറിയ ഷൂട്ടിംഗ് സ്റ്റുഡിയോ പോലെ നമ്മൾ ഈ പ്രോപ്പർട്ടി, വലിയ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലത്ത് പോകണ്ട. ഒരു സീരിയലിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ റെഡിയാണ്, തൊട്ടപ്പുറത്ത് കോടതിയാണ്, കോടതി റെഡിയാണ്. അതെല്ലാം ഒരു പ്രിമൈസ് തന്നെ അവർക്ക് ചെയ്യാം. അപ്പോൾ അതിലവർക്ക് ബഡ്ജറ്റ് ഒരുപാട് കുറയും. ട്രാവൽ ചെയ്യേണ്ട, ഒന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ക്യാമറ എടുത്ത് അപ്പുറത്ത് പ്ലേസ് ചെയ്താൽ മതി, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ടാകുമ്പോൾ ടോട്ടലി സീരിയലിൻ്റെ ബഡ്ജറ്റിംഗ് കുറയും, അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും. സിനിമ സീരിയൽ ഷൂട്ടിങ് ട്രിവാൻഡ്രത്തിൽ ആക്ച്വലി ചിത്രാഞ്ജലി സ്റ്റുഡിയോ, മെർലാൻഡ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞാൽ അവൈലബിലിറ്റി ഒന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് ഓരോ വർഷവും റീവാമ്പ് ചെയ്യും. ആ വീടാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അത് അതെ, ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ടാണ് ആർക്കിടെക്റ്റ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞില്ല, ഈ വീട് ഒരു ഗ്രോയിങ് ഹോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലായിരിക്കണം ചെയ്യേണ്ടത്. അതായത് ഓരോ വർഷം കഴിയുന്തോറും ആ വീട് ഗ്രോ ചെയ്യും, അതിൻ്റെ മാറ്റം ആ വീട് കണ്ടാൽ അറിയില്ല. ഇപ്പോൾ അവിടുത്തെ വീട് ഒരു 5 സീരിയലിൽ ഇപ്പം അറ്റ് എ ടൈം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ 5 സീരിയലുകാർക്കും പ്രശ്നമില്ല, കാര്യം ഇത് കണ്ടാൽ അറിയില്ല 5 സീരിയലാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫർണിച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റബിൾ വാൾസ് ഉണ്ട്, കേർട്ടൻസ് സെപ്പറേറ്റ് ആണ്, സോ ദാറ്റ് ഒരു വീടായിട്ട് അത് തോന്നത്തില്ല. പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 സൈഡിലും ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. ഐ മീൻ പഴയ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ വ്യൂ ആണ്, കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ അതുപോലെ. അതേസമയം ഫ്രണ്ട് വ്യൂ നോക്കിയാൽ കണ്ടംപററി സ്റ്റൈലിലാണ്, ഒരു സൈഡിൽ വേറൊരു സ്റ്റൈലാണ്. അപ്പം 3 വീടായിട്ട് ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സീരിയൽ സിനിമയിലൊക്കെ മെയിൻലി അവർക്ക് ഒരു വീടിന് പോലെ മറ്റൊരു വീട്ടിൽ പോകാനുള്ള കോസ്റ്റ് കൂടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 വീടായിട്ട് ഒറ്റ വീട്ടിൽ ഷൂട്ടിംഗ് കഴിയാം. അപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാനത് തുടങ്ങിയത്. അത് ഇറ്റ് ഈസ് ഓൾസോ ഗോയിങ് ഗുഡ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ വർക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ്. ചേട്ടൻ്റെ പേര് രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഈ ഒരു ഫ്രീഡവും ബോക്സ്വാലയും ബിസിനസ്സിനൊക്കെ മുന്നേ ഓർമ്മ വരുന്നത് നാപ്റ്റോളാണ്. ടി വി ഓണാക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ചേട്ടൻ്റെ ഒരു അവതരണമാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ മീൻസ് നമുക്ക് ഈ ഒരു നാപ്റ്റോൾ ഫസ്റ്റ് ടി വി ഓണാക്കുമ്പോൾ വരുന്നത് അതാണല്ലോ, ആ ഒരു നൊസ്റ്റാളജി. അതിൻ്റെ ഒരു എങ്ങനെയാണ് അവിടെ എത്തിയത്, അവിടെ നിന്ന് എന്താണ് പഠിച്ചത്, അതൊന്ന് പറയാമോ? അപ്പോൾ എന്തായാലും കരിസ്മ കുറച്ചുകൂടെ ഏജ് കുറവാണ്, അതുകൊണ്ടാണ് ഈ നാപ്റ്റോൾ മുതൽ എന്നെ കണ്ടു തുടങ്ങിയത്. കാര്യം അറിയോ, അതിനേക്കാളും പണ്ട് എനിക്ക് കൈരളി എന്ന് പറഞ്ഞ ചാനലാണ് ആദ്യമായിട്ട് ഒരു ആങ്കറിങ്ങിൽ തന്നത്. അപ്പോൾ ആ കൈരളി ചാനലിൽ ഞാൻ വി ചാനലിൽ ഷ്രിൽ ഔട്ട്, ഫുഡ് ഓൺ റോഡ് എന്ന പ്രോഗ്രാമിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ക്യാമ്പസ് കളേഴ്സ് നമ്മൾ ചെയ്തു, കൈരളി തന്നെ സ്റ്റുഡൻസ് ഓൺലി ചെയ്തു, പിന്നെ സെലിബ്രിറ്റീസ് ഇൻ്റർവ്യൂ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5ഓളം ചാനൽ. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടില്ലാത്തത് ഞാൻ ഇവിടെ ഫ്ലവേഴ്സിൽ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ ചാനലിലും ഞാൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരു കോൾ വന്നത്. പക്ഷേ നമ്മൾ ആ സമയത്ത് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. ഒന്ന് ആങ്കേഴ്സിന് പറയാമോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്നത്തെ അവസ്ഥ പറഞ്ഞിട്ട് ചാനലുകാർ സമയത്തിന് കാശ് തരില്ല, ചെക്ക് തരില്ല. കാര്യം നമ്മുടെ മെയിൻ പ്രൊഫഷനായിട്ട്, സപ്പോസ് ഒരു മെയിൻ പ്രൊഫഷനായിട്ട് ആങ്കറിങ് എടുത്തു പോയി കഴിഞ്ഞുള്ള പ്രശ്നം, നമ്മൾ അവരുടെ പുറകെ ചെക്കിന് വേണ്ടി പോകണം. ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ലിറ്ററലി ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു പ്രൊഫഷൻ വെച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് വേറൊരു പ്രൊഫഷനും കൂടെ വേണം. അപ്പോൾ ഞാനങ്ങനെ എല്ലാ ആങ്കറിങ് ചെയ്തുകൊണ്ട് താങ്ക്ഫുള്ളി എനിക്ക് ആ സമയത്ത് 5 ചാനലിൽ എൻ്റെ പ്രോഗ്രാംസ് പോകുന്നുണ്ടായിരുന്നു ഈ നാപ്തോളിൽ വിളിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ അതാണ് അങ്ങനെയല്ല, ഞാൻ അതിലേക്ക് വന്ന വഴിയാണ് ക്ലിയർ ചെയ്യുന്നത്. വൈ ഐ ചൂസ് നാപ്തോൾ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ 5 ചാനൽ ഞാൻ ചെയ്യുമ്പോൾ ഈ ഇവരുടെ എല്ലാം പേയ്മെൻറ്റ് പെൻഡിങ് ആയിട്ട് എനിക്ക് 1 മാസം കിട്ടി, വലിയൊരു എമൗണ്ട് ആയിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് നാപ്തോളിൻ്റെ കോൾ വരുന്നത്. നാപ്തോളിൻ്റെ കോൾ വന്നിട്ട് അവർ പറഞ്ഞു, വി വുഡ് ലൈക്ക് ടു ഹയർ യു, ബോംബെയിലാണ്, ബോംബെ വന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ പുച്ഛമായിരുന്നു ആ സമയത്ത് ഹോം ഷോപ്പിങ്ങിന്. അയ്യോ ഒരു സാധനം വിൽക്കുന്നു, എന്തോ സാധനം. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ ചുമ്മാ ജാടയ്ക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ഞാൻ എൻ്റെ ജന്മത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു ഇൻകം ഞാൻ അവരുടെ അടുത്ത് പറയുക, എനിക്കിത് കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. ചുമ്മാ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ എന്നെ വിളിക്കുന്നു വിചാരിച്ചു. പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു, ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പഴയ പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ് ഒന്ന് അയച്ചു തരാം. അപ്പോൾ ആ സമയത്ത് ഈ 5 ചാനലിൻ്റെ എമൗണ്ട് എൻ്റെ ഉണ്ട്. ആ മാസമാണ് അത് വന്നത്, ക്രെഡിറ്റ് ചെയ്തത്. ഞാനെടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് സംഭവം 2.5 ലക്ഷം രൂപ എനിക്ക് 1 മാസം കിട്ടുന്നുണ്ട്. അത് വെച്ച് അവർ കോമ്പൻസേറ്റ് ചെയ്തിട്ട് എൻ്റെ സാലറി ഇവിടെ ചെയ്തത്. ഐ വാസ് ആക്ച്വലി
അതിലുള്ളിൽ നാഷണലി അവർക്ക് എല്ലാ റീജിയണൽ ചാനൽസിലും അവർക്ക് ചാനൽസ് ഉണ്ട്. ഹിന്ദിയിലുണ്ട്, ബംഗാളിയിലുണ്ട്, എല്ലാ ചാനലിലും ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാക്കേജ് തന്ന് എടുത്ത ആങ്കർ എനിക്കാണ്. അപ്പോൾ ആ സമയം ഞാനത് യൂട്ടിലൈസ് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് അത്രയും എമൗണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും കിട്ടും. എല്ലാ മാസവും അത്തരത്തിലൊരു ഇൻകം എനിക്ക് കിട്ടുമ്പോഴാണ് ഞാൻ അങ്ങനെയാണ് ആ വീട് വെച്ചത്. ഫസ്റ്റ് ഈ പറഞ്ഞ ഷൂട്ടിംഗ് സൈറ്റിൻ്റെ വീട് അവിടെ നിന്ന് തുടങ്ങിയത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 7 വർഷം നാപ്തോളിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. പിന്നെ അവിടുത്തെ ആങ്കറിങ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ്. അത് കാരണം ഞാൻ കുറച്ച് എയറിലൊക്കെ നിന്നിട്ടുണ്ട്, അത് വേറെ. പക്ഷേ അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് നമ്മൾ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാവോ? നൊസ്റ്റാൾജി ഒന്ന് ചെയ്യാനായിട്ടോ? ഞങ്ങളുടെ എല്ലാം ആ ഒരു കാലത്തെ ചേട്ടന്റെ മുഖം ചേട്ടൻ അറിയാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഈ മൊബൈലിൻ്റെയൊക്കെ ഷോ ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ മൊബൈലിൽ ചുറ്റികളെടുത്ത് വെച്ചിട്ട് ഇത് ഒരിക്കലും പൊട്ടാത്ത മൊബൈലാണ്, അതാ നോക്കും ടം ടം 2 തവണ അടിച്ചപ്പോഴത്തേക്ക് മൊബൈൽ പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ക്യാമറമാനൊക്കെ ഹിന്ദിക്കാരാ, അവർക്ക് മലയാളം പോലും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ചേട്ടൻ ക്യാമറ കാണിക്കല്ലേ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി അതിലോട്ട് തന്നെ സൂം ചെയ്ത് കാണിക്കുക. അത് ട്രോള് വന്നു. കാര്യം ഒരിക്കലും അടിച്ചാൽ പൊട്ടൂലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ട് ഒറ്റ അടി തന്നെ അതങ്ങ് പൊട്ടിയപ്പോൾ നമ്മുടെ ഉള്ളിൽ ചമ്മലുണ്ട്. ഇന്ന് ഈ സാധനം ഈ നമ്മുടെ ടോക്ക് ബാക്കിലൂടെ പ്രൊഡ്യൂസർ അവിടെ കിടന്ന് അതും ഹിന്ദിക്കാരും ഈ മലയാളികളാരും ഇല്ല. അവർ പറയുന്ന ടോക്ക് ബാക്ക് കേൾക്കണം, അറ്റ് ദ സെയിം ടൈം സംസാരിക്കണം. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ എനർജി ഹൈ ലെവൽ കിടന്ന് വിളിച്ച് മനുഷ്യൻ പണ്ടാരടങ്ങും. ഈ 1 മണിക്കൂർ വിളിക്കുക ശേഷം നമ്മൾ ഇങ്ങനെ ഇരിപ്പിരിക്കും. ഭഗവാനെ, കാര്യം ഇതൊക്കെ ചെയ്യണമെന്നാണ് ഇത്രയും കാശ് തരുന്നത്. ലോറി കയറി പോയത് ഞാൻ തറയിലൊക്കെ എടുത്ത് പൊട്ടണുണ്ടോ? ഇല്ല, നോക്കൂ വീണ്ടും പൊട്ടിയിട്ടില്ല. അതൊക്കെ നമ്മുടെ സമയദോഷം. എന്നാൽ ബുദ്ധിമാനായ എഡിറ്റർ അതൊന്നും എഡിറ്റ് ചെയ്യാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അല്ല, സൂം ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവർക്കൊക്കെ കിട്ടേണ്ട സ്റ്റഫ് അതിലൂടെ കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് വെച്ചിട്ട് നമ്മളെ കൊല്ലും. ചെറിയ കൊല്ലലൊന്നും അല്ല. അയ്യോ, അതെന്നെ ഓർമ്മിക്കല്ലേ ശിവനെ. അപ്പോൾ അങ്ങനെയാണ് നാപ്തോൾ കഥ. അവിടുന്ന് 7 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ഇവിടേക്ക് വന്നു. ബോംബെ ടു ബാംഗ്ലൂർ. ഞാൻ ആക്ച്വലി കുറേ ട്രോൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. അതിൽ സത്യം പറഞ്ഞുണ്ടല്ലോ, ചെറിയ പിള്ളേർ വരെ ഇപ്പം ചില ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് എവിടെയോ കണ്ടു, ഈ പിള്ളേർക്ക് ഇതേ അറിയാവൂ. ഇവിടെ ചേട്ടനോ? ഞാനല്ല, അത് ഞാനല്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇത് കിട്ടുമ്പോഴത്തേക്കും എല്ലാം തികയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ആങ്കറിങ് അനുഭവം, ഹോം ഷോപ്പിംഗ് ആങ്കറിങ് അനുഭവം ഒരു വേറൊരു അനുഭവമാണ്. താല്പര്യമുണ്ടോ ഹോം ഷോപ്പിംഗ് ചെയ്യാൻ? അയ്യോ, എയറിൽ കയറാൻ എനിക്ക് വയ്യേ. പക്ഷെ ഫേമസ് ആവാൻ കേട്ടോ. മറ്റേ അർജു ഒക്കെ എടുത്ത് ഇതിൻ്റെ റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അയ്യോ, ആ പാവത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജുനായിട്ടാ. ആ സമയത്ത് എനിക്ക് നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്താണ് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ അർജു ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിടാം. അങ്ങനെ എൻ്റെ മൊബൈൽ ക്യാമറ എടുത്ത് ചെയ്ത് അങ്ങ് ചളകുളമായി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ സാധനം അങ്ങ് ഏറിപ്പോയി. അതെടുത്ത് വെച്ച് ട്രോൾ ചെയ്ത്. ഞാൻ വിചാരിച്ച പോലെയല്ല സാധനം. വെറുതെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലടാ ഞാൻ വിചാരിച്ചേ എന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും കൈവിട്ട് പോയ ആയുധവും ഈ അപ്ലോഡ് ചെയ്ത വീഡിയോയും വേണമെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അതൊരു വേറൊരു സൈക്കോളജി എനിക്ക് മനസ്സിലായി കേട്ടോ. എൻ്റെ ഒറ്റ വീഡിയോ കൊണ്ട് 8000 സബ്സ്ക്രൈബേഴ്സ് എനിക്കായി. ആ വീഡിയോ 8000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് റവന്യൂ. ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ 7000 രൂപ റവന്യൂ അപ്പം തന്നെ ആ മാസം ആയി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ വൃത്തികെട്ടൊരു വീഡിയോ മോശമായിട്ട് ചെയ്താൽ അത് കാണാൻ ആളുണ്ടാവും. പക്ഷേ വൃത്തിയായിട്ട് നല്ല പോലെ ചെയ്താൽ അതാരും തിരിഞ്ഞു നോക്കൂല. പിന്നെ ഈ കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാർ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് നമ്മളെ തെറിയാൻ വിളിക്കുന്നതെങ്കിലും ഓരോ കമൻറ്റിലും ഓരോ രൂപയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സൈക്കോളജി. സോ ഇന്നത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തംനെയിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വൈ ദേ ആർ മേക്കിംഗ് ദിസ് തംനെയിൽ, അവർക്കത് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ഗസ്റ്റിനെ വിളിച്ചിരുത്തിയിട്ട് വളരെ മോശമായിട്ടുള്ളൊരു ചോദ്യം ഇന്ന് പല സോഷ്യൽ മീഡിയയിൽ പല ആങ്കേഴ്സും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാര്യം നമ്മളന്ന് ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ദേ ആർ അവർ ഗസ്റ്റ്. ഞാൻ എൻ്റെ പ്രൊഡ്യൂസറൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ എല്ലാ സ്റ്റാർസും ഇപ്പം അന്നത്തുള്ള എല്ലാ സ്റ്റാർസിനെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വിക്രം സാറാണെങ്കിലും നയൻതാരയാണെങ്കിലും. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ടൈം തരുമ്പോഴത്തേക്കും അവരുടെ ടൈമാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. സോ ഇൻഡയറക്റ്റ്ലി നമ്മൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ഏറ്റവും അൺകംഫർട്ടബിൾ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അവരോട് ചോദിക്കുന്നത്. അതിലൂടെ വൈറലാണ്. ക്വസ്റ്റ്യൻ ഇടാതെ പോവുക. എന്നിട്ട് ആ ചോദ്യം മാറ്റി പറയുക. അപ്പം ഒരു ഗസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു ചെയറിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ നമ്മുടെ അതിഥിയായിട്ട് വരുന്ന ഒരാളെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം. ഫിലിം പ്രൊമോഷൻ വരുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ അതൊരു ആങ്കർ വന്നിരുന്നു കഴിഞ്ഞാൽ
അത് നമ്മുടെ ഒരു ജോലി ചെയ്യുന്ന ജോലിക്ക് ആ ഒരു ഇതുണ്ട്. അപ്പോൾ എൻ്റെ സമയത്ത് ആങ്കേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ നല്ല നല്ല ആങ്കേഴ്സ് ആ സമയത്ത് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആങ്കേഴ്സ് ഉണ്ടായിരുന്നു. നാഷേട്ടനായാലും ശ്യാം ചേട്ടനായാലും പ്രതീഷ് നന്ദൻ, അങ്ങനെ ഒരു ആങ്കറുണ്ട്, പിന്നെ കരുൺ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആങ്കേഴ്സ് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആങ്കേഴ്സ്. അപ്പോൾ അവർ ഗൈഡ് ചെയ്ത രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഗ്നിറ്റി കൊടുത്തിരുന്നു ആ സമയത്ത്. പക്ഷേ ഇന്ന് നമ്മൾ ചാനൽസോ അല്ലെങ്കിൽ ഫിലിം പ്രൊമോഷനോ ഒക്കെ കാണാൻ ഇവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും എന്തുമാത്രം ഇതാണ്. പിന്നെ അവരുടെയും ഗതികേടാണെന്ന് തോന്നുന്നു. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫ്രണ്ട് ഇരിക്കേണ്ടി വരുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എങ്ങനെ ജനിച്ചു എന്നതിൽ കാര്യമില്ല, മരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു. നമ്മൾ അപ്പോഴും ദാരിദ്ര്യപ്പെട്ടാണ് മരിക്കുന്നെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. ബോസ് വാല, ബി ദ ബോസ്.